ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു പോയി, ആവശ്യത്തിനുള്ളത് മേടിക്കാനായിട്ട് ഞാൻ തന്നെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പം കടയിൽ പോയി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുറച്ചൊന്ന് ഇറങ്ങുമ്പോൾ തന്നെ റോഡായി കേട്ടോ. നമുക്ക് റോഡ് വഴി ഒന്ന് നടന്ന് പോയിട്ട് വരാം കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങിയിട്ടുണ്ടേ. നമ്മുടെ കടയുടെ അകത്ത് നിറച്ച ആളായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണേ. അപ്പോൾ നമ്മുടെ വീട് എത്താറായി കേട്ടോ. നമുക്ക് വീട്ടിലോട്ട് കയറി പോവാം. സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം മോൻ ചിക്കൻ വാങ്ങി വന്നിട്ടുണ്ടേ. അപ്പം ഞാൻ ചിക്കനും വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പാലൊന്ന് കാച്ചിയെടുക്കാൻ കേട്ടോ. അപ്പം രാവിലെ ഞാൻ കട്ടൻ ചായ ഇട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പാലൊന്ന് കാച്ചി വയ്ക്കാം. ഞാൻ തേയില ചേർത്ത് ചായ ഇടൂല കേട്ടോ. നമ്മുടെ ചായ ചരുവൊക്കെ നിറച്ച് കറ പറ്റും. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കൂടുതലും ബൂസ്റ്റാണ് ഉപയോഗിക്കുന്നത്. തേയില അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് പാലൊന്ന് കാച്ചിയെടുക്കാം. മേടിച്ചുകൊണ്ട് വന്ന ചിക്കൻ നമുക്കൊന്ന് കഴുകിയെടുക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കാച്ചിയതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ച് എടുക്കാം. പാലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചായയുടെ ഒരു കളറും കിട്ടും, അതിൻ്റെ മണവും കിട്ടും കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഓരോരുത്തരൊക്കെ കിടക്കുന്നതേ ഉള്ളൂ. മോനും ചിക്കനൊക്കെ മേടിച്ച് തന്നിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവരൊക്കെ ഉറക്കണിച്ച് വരുമ്പോഴത്തേക്ക് 1 ഗ്ലാസ് പാല് കൊടുക്കാം കേട്ടോ. അപ്പം അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പഞ്ചസാരയും എടുത്ത ബൂസ്റ്റും ഒക്കെ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ച് വെക്കുന്നുണ്ട്. നമുക്ക് പാലൊന്ന് അടച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ചോറും കറികളും വെക്കാനൊന്നും ഒന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമുക്കൊരു എളുപ്പ വഴിക്കൊരു മന്തി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളകും, ഒരു സവാളയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുറി നാരങ്ങയുടെ മുറിയൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്നതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നായി തന്നെ ഒന്ന് അതിൻ്റെ തോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടേ. ഞാൻ ഉള്ളികളും ഇഞ്ചിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചി നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില എടുത്തിട്ടുണ്ട്. 2-3 ദിവസമായി കേട്ടോ മല്ലിയില വാങ്ങിയിട്ട്. ഞാൻ ഒന്ന് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. എന്നാലും നമ്മുടെ മല്ലിയില ഒന്ന് വാടിപ്പോയേ. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇല മാത്രം മിക്സിയുടെ ജാറിലോട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ പൊട്ടിച്ച് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ കഴുകി അതിൻ്റെ പുറത്തുള്ള ഇതൊക്കെ നമുക്ക് നന്നായി തന്നെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ.
വൃത്തിയാക്കി നന്നായി വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികളും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നന്നായി തന്നെ ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു സ്റ്റെയിനറിലോട്ട് ഒന്ന് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയതിന് ശേഷം നമ്മൾ മസാലയൊക്കെ തേച്ചെടുക്കുമ്പോൾ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് തന്നെ അരപ്പൊക്കെ പിടിക്കും കേട്ടോ. അപ്പം സഹോദരൻ എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവന് ഞാൻ ചായ കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ മന്തി മസാല എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയിലയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് തന്നെ നമുക്ക് മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2-2.5 സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കളറിന് വേണ്ടി കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാമേ. നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും എരിവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കളറിന് വേണ്ടി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും, എൻ്റെ കയ്യിൽ ഗരം മസാലപ്പൊടി ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഗ്രാമ്പൂ, പട്ട, ഏലക്കയൊക്കെ ഒന്ന് ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ച് അതിൻ്റെ ഈർപ്പത്തിൽ നമ്മുടെ മുളകും മഞ്ഞപ്പൊടിയും മന്തി മസാലയൊക്കെ നന്നായി തന്നെ അരഞ്ഞൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ അതിൻ്റെ വെള്ളം ഈർപ്പമൊക്കെ പോയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്ത് അരപ്പൊക്കെ കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഞാൻ 2-3 പ്രാവശ്യം മന്തി ഉണ്ടാക്കുന്ന വീഡിയോയൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഇന്ന് മന്തി ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചൊന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പെട്ടെന്ന് എളുപ്പ വഴിയിൽ ഉണ്ടാക്കുന്ന മന്തിയാണേ. അരപ്പൊക്കെ നന്നായി തന്നെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി തന്നെ ഒന്ന് നന്നായി കൈ കൊണ്ട് നല്ല പ്രസ് ചെയ്ത് തന്നെ ചിക്കനിൽ അരപ്പ് ഉരട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരമണിക്കൂർ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഞാനിവിടെ നമ്മുടെ ചോറൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒരു ചരുവത്തിലെടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇതിലോട്ട് നമുക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് റൈസാണ്. നന്നായി കഴുകി അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളതായിരുന്നു. നമുക്ക് വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ വേവുന്നത് വരെ നമുക്ക് വയ്ക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാമേ. സൺഫ്ലവർ ഓയിൽ കമ്മിയായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം മേടിക്കാനും മറന്നുപോയി കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ചിക്കനൊക്കെ നമ്മുടെ ഓയിലിലോട്ട് വെച്ച് ഒന്ന് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെന്തോന്ന് നോക്കിയപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റെയിനറിലോട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ചിക്കനിലോട്ട് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ മുറിച്ചെടുത്തിട്ട് നാരങ്ങയുടെ അരമുറി നമുക്കിതിലോട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കുരുകുര അരിഞ്ഞതാണ്. ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ചിക്കനിലോട്ട് ഈ ക്യാപ്സിക്കവും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കനിലോട്ട് അതിൻ്റെ ഫ്ലേവർ പിടിക്കും കേട്ടോ. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കുമേ. നമുക്ക് മുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം.
നമുക്ക് കുക്കർ അടച്ച് ഒരു 3 ഫിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മളെടുത്ത പാത്രങ്ങളൊക്കെ നമുക്ക് അപ്പുറത്തെ കിച്ചണിൽ വെച്ചൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴപ്പോഴും കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കുമ്പോൾ നമ്മൾ ജോലി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാൻ കാണില്ല കേട്ടോ. ഞാനിവിടെയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് സഹോദരൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളെ പൊന്നൂനെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ അവന് ഞാൻ ബോഡി വാഷ് ഒന്ന് കലക്കി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊക്കെ ഒഴിച്ചൊന്ന് വൃത്തിയാക്കി കഴുകി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൽ ഫിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി തന്നെ പൊന്നൂനെ കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കാം. ഇനി പൊന്നു കുളിച്ച് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ കുക്കറിൽ ഫിസിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. കടായി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുക്കറിൽ ഫിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫിസിലൊക്കെ നന്നായി പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിക്കനൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൈ പാൻ ചൂടായതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ എണ്ണയും ഓയിലും ഒന്നും ചേർക്കണ്ട, വെറും പാനിലോട്ട് നമ്മൾ ചിക്കൻ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ചിക്കനിൽ തന്നെ ഓൾറെഡി നേരത്തെ നമ്മൾ ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതിലുള്ളത് വെച്ച് അത് തന്നെ നന്നായി ഫ്രൈ ആയി വരും കേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്ത ചോറ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ചൂടാണ് കേട്ടോ, നല്ല കൈ നന്നായി ചൂടായി. ഞാൻ പെട്ടെന്ന് പോയൊരു സ്പാച്ചുല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. റൈസൊക്കെ ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ. നമ്മുടെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 90% വെന്തിട്ടുണ്ട്. മതി ബാക്കി ദമ്മിലിരുന്ന് വെന്തോളും കേട്ടോ. ബാക്കി നമ്മൾ ചിക്കനൊക്കെ എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ ഗ്രേവി ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ റൈസിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് ഈ റൈസിൽ നമ്മൾ ഈ ഗ്രേവി ചേർത്ത് കൊടുക്കുമ്പോൾ. നമ്മുടെ ചിക്കനൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കനും കൂടി റൈസിൻ്റെ മീതെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സിമ്പിൾ മന്തിയാണേ, പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നന്നായി തന്നെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഓയിൽ കുറവായതുകൊണ്ട് ഞാൻ ഒരു 2-2.5 സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ നല്ലൊരു ഇതും കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്നീ ഓയിൽ വേണമായിരുന്നു. അപ്പോൾ അതിന് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. നമുക്കൊരു അരമണിക്കൂർ ദമ്മിൽ വെക്കാം കേട്ടോ. നമ്മുടെ റൈസും ചിക്കനും ഒക്കെ ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവി വരും. നമ്മുടെ ചോറൊക്കെ ദമ്മായിട്ടുണ്ട്. നമുക്ക് ചോറൊക്കെ വിളമ്പി എടുക്കാൻ കേട്ടോ. നല്ല അടിപൊളി മന്തിയാണ്. ഞാൻ പുകച്ചൊന്നും കൊടുത്തിട്ടില്ല, എന്നാലും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം റൈസ് കോരിയെടുക്കാം. നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ്. ഫ്ലേവർ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ റൈസൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനിവിടെ റൈസൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കനും വെച്ച് കൊടുക്കാം. ഞാൻ മയോണൈസൊന്നും തയ്യാറാക്കിയിട്ടില്ല കേട്ടോ. നമ്മുടെ ചിക്കൻ മന്തിയും തക്കാളി സോസും മാത്രമേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അടിപൊളി മന്തിയാണ്, അടിപൊളി ടേസ്റ്റാണ്. നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഉച്ചയ്ക്ക് മന്തി കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല തക്കാളിയുടെ സോസൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ പൊന്നുമൊക്കെ ഉണങ്ങി നല്ല അടിപൊളി സുന്ദരി കുട്ടത്തി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പതുക്കെ പൊന്നുവിനെ ഒന്ന് പിടിച്ച് ചീപ്പോച്ച് ഒന്ന് കോതി വൃത്തിയാക്കി കൊടുക്കാം. പൊന്നു അടിപൊളിയായിട്ട് ചീപ്പോച്ച് കോതാനായിട്ടിരിക്കണേ. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.